നമസ്കാരം. സിന്ധു സൂര്യ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളത്ത് വുഡ്ലാൻഡ് ജംഗ്ഷനിലുള്ള പറക്കാട് ജ്വല്ലറിയിലാണ്. അത് ഏവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് എന്റെ വിശേഷങ്ങളും കാഴ്ചകളിലും ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ലോക്കറ്റ്സിന്റെ വിശേഷങ്ങളാണ്. ഞാൻ മാല കാണിച്ചിരുന്നു, അതുകൊണ്ട് ഇത്തവണ അതൊരു ലോക്കറ്റിലേക്ക് എന്റെ കാഴ്ചകളെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ നിരത്തി വെച്ചിരിക്കുന്ന ലോക്കറ്റുകളെല്ലാം ഒരു ചെറിയൊരു സ്പെഷ്യൽ ഇതായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് കാണാനായിട്ട്. ഇതിൽ റൂബി ലോക്കറ്റും ഇതുപോലെ വൈറ്റ് സിർക്കോണിയ വരുന്ന ഞങ്ങളുടെ പ്രീമിയം കളക്ഷനിൽ വരുന്ന ലോക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ നവരത്ന ലോക്കറ്റ്, അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ മാത്രം വരുന്ന ഡയമണ്ട് വർക്ക് പോലെ വരുന്ന ലോക്കറ്റ്, അതുപോലെ റൂബി, അതുപോലെയുള്ള ഒത്തിരി പേള്, പിന്നെ നമ്മളുടെ നെയിം ലോക്കറ്റുകൾ, അതായത് അക്ഷരം ലെറ്ററുകൾ മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ഇതുപോലെ സ്റ്റോൺ വെച്ചും സ്റ്റോൺ ഇല്ലാതെയും ഒക്കെ നമുക്ക് ഇതുപോലെ കിട്ടും. പിന്നെ ഇതുപോലെ ജെൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇത് കണ്ടോ, ഇത് ജാഗോറൊക്കെ വരുന്നതാണ്. പുലിനഖത്തിന്റെ ആ ഒരു പാറ്റേണിൽ വരുന്ന ഇത് ജെൻസിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഇതുപോലെയുള്ള മാങ്ങ മാത്രമല്ല, ഈ ഒരു വർക്കില് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ലോക്കറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഒരു മാങ്ങയുടെ ഷേപ്പ് മാത്രം കാണിച്ചു എന്നേ ഉള്ളൂ. ഈ സ്റ്റോണും ഗോൾഡും കൂടി വരുന്ന ഏത് ഷേപ്പിലുള്ള ലോക്കറ്റ് നമുക്ക് ഇതുപോലെ പാറ്റേൺ ചെയ്തെടുക്കാം. പിന്നെ വരുന്നത് ഇതുപോലുള്ള ചെറിയ ലോക്കറ്റുകൾ, ഡോളർ മാതിരിയുള്ളത്, പിന്നെ ലക്ഷ്മി ലോക്കറ്റ്, നമ്മുടെ പഴയ ട്രഡീഷണൽ ഓർണമെന്റ്സിൽ വരുന്ന പത്താക്ക് ലോക്കറ്റ്, ഇതുപോലുള്ള ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ കൃഷ്ണൻ, ലക്ഷ്മി, അങ്ങനെയുള്ള മറ്റേ റൗണ്ട് ലോക്കറ്റുകൾ. പിന്നെ ഇപ്പോൾ പതക്കം തന്നെ ഞാൻ പറഞ്ഞു, പതക്കത്തിന് ഇതുപോലെയൊക്കെ നമുക്ക് പല വെറൈറ്റിയിൽ നമുക്ക് ലോക്കറ്റ് ചെയ്യാം. പിന്നെ നമ്മളുടെ പാലക്ക ട്രഡീഷണൽ ഓർണമെന്റ്സിൽ നിന്നും ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത, എന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുറെ ലോക്കറ്റ്സിന്റെ കളക്ഷൻ. പിന്നെ നമ്മളുടെ ഇതുണ്ടോ, ഇതിൽ അത്യാവശ്യം ഞങ്ങൾ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന ചെറുതും വലുതുമായ ഒത്തിരി ലോക്കറ്റുകളുടെ കളക്ഷൻ നമ്മുടെ ഷോറൂമിലുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ അധികം നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ വിശദമായ ഒരു ഇതിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് നമ്മളുടെ കളക്ഷനുകൾ കുറച്ച് നല്ല രീതിയിൽ കാണിച്ച് തന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ കാഴ്ചയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വിശേഷങ്ങളിലേക്ക് പോകാം. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ, എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഒത്തിരി പേര് എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞു. എന്നെ കാണാനായിട്ട് ഒത്തിരി പേര് ഇവിടെ വന്നു. എല്ലാവരും എന്നെ അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം. ഇനിയും ആ സപ്പോർട്ട് എനിക്ക് തുടർന്നും എല്ലാവരും നൽകുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്റെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നു കേട്ടോ. ഞാനത് ലാസ്റ്റ് പറയേണ്ടത് ഞാൻ ഇപ്പോഴേന്ന് പറയുവാണ്. അപ്പൊ അത് സന്തോഷം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇനിയത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കമന്റിലൂടെ വന്നതും കോള്, എനിക്ക് എന്റെ പേഴ്സണൽ നമ്പർ ഇട്ടതുകൊണ്ട് എനിക്ക് കോളുകളിലൂടെയും ഒത്തിരി വിശേഷം എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഷെയർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, റേറ്റ് ഞാൻ പറയുന്നില്ല എന്നുള്ളതാണ്. കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട്, റേറ്റ് പറയുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ പാറ്റേൺ എന്ന് പറയുന്നത്, നമ്മുടെ ഡിസൈൻസ് എല്ലാം തന്നെ, മാലയായാലും ലോക്കറ്റായാലും വളയായാലും എല്ലാം അതിന്റെ വലുപ്പ വ്യത്യാസത്തിലാണ്. അതായത് വീതി, വിട്ടൊക്കെ ലെങ്ത് ഒക്കെ നോക്കിയിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പൊ ഞാനിപ്പോ ഫോട്ടോയിലൂടെ കാണിക്കുന്നത് ചിലപ്പോ ലെങ്ത് അല്ലെങ്കിൽ വലുപ്പം കുറഞ്ഞൊരു സാധനമാണെങ്കിലും കസ്റ്റമർ ആവശ്യപ്പെടുന്ന അവരുടെ മനസ്സിൽ കിടക്കുന്ന ഡിസൈന്റെ വലുപ്പം, ഡിസൈൻ ഒന്നായിരിക്കും, പക്ഷെ റേറ്റിൽ വേരിയേഷൻ വരാം. അതുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റേറ്റ് പറഞ്ഞു പോകാത്തത്. അപ്പൊ റേറ്റ് അല്ലാതെ അറിയണമെന്നുണ്ടെങ്കിൽ, ലോക്കറ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ഏത് ടൈപ്പ് ലോക്കറ്റ് നമ്മൾക്ക് വീഡിയോ കോൾ ചെയ്തോ അല്ലെങ്കിൽ വാട്സപ്പിൽ കണക്ട് ചെയ്തോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്നെ വിളിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അത് അറിയാനും പറ്റിയിട്ടുണ്ട്. പിന്നെ ചോദിച്ചത് എല്ലാവരും മനസ്സിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം, 1 ഗ്രാം ജ്വല്ലറി എന്ന് പറയുമ്പോൾ അതിന് 2000-ഓ 3000 രൂപയോ വരുവുള്ളതെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാണ് എന്നോട് കുറെ പേര് ഷെയർ ചെയ്തത്. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് ചെറിയൊരു വിശദീകരണം തരാനുണ്ട്. 1 ഗ്രാം ജ്വല്ലറി എന്ന് പറയുന്നത് പറക്കാട് ജ്വൽസ് ചെയ്യുന്നത് ശരിക്കും പ്യുവർ ഗോൾഡ് 1 ഗ്രാം ലെയർ ചെയ്തിട്ടാണ് നമ്മൾ ഓർണമെന്റ്സ് എല്ലാവർക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ഐറ്റം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അത് മില്ലി വരുന്നതുണ്ട് കേട്ടോ. മോതിരത്തിലൊന്നും 1 ഗ്രാമിന്റെ ആവശ്യമില്ല. വളയിലാണെങ്കിലും ചിലപ്പോൾ 4 വളയിൽ 6 വളയിലും കൂടിയ 1 ഗ്രാം മതി. അപ്പൊ അതൊക്കെ ഉണ്ട്. ഗോൾഡിന്റെ കണ്ടന്റ് ഓരോ ഐറ്റത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെടുത്തിയായിരിക്കും. ഇനി 1 ഗ്രാമിനെ എടുത്തു പറയാം. 1 ഗ്രാം ഐറ്റങ്ങൾക്ക് വരുന്ന ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10,000-നും മേളിലോട്ടുള്ള റേറ്റ് ആയിരിക്കും 1 ഗ്രാമിന് വരുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, 1 ഗ്രാം ഗോൾഡിന് അടുത്ത് ഗോൾഡിന് റേറ്റ് ഉണ്ട്. അപ്പൊ തങ്കത്തിന് 7,000-ന് മേലെ റേറ്റ് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും 1 ഗ്രാം ഗോൾഡ് നമ്മളുടെ ഓർണമെന്റ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് അത്രയും ലെയർ അതിൽ കയറിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പൈസ നമ്മുടെ ഓർണമെന്റ്സിന്റെ റേറ്റിൽ ആഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക്
ഇപ്പോൾ ഗോൾഡൻ ഷോപ്പുകളിലൊക്കെ നമുക്ക് പെർസെൻറ്റേജ് ബേസിൽ ലേബർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പാറ്റേൺ ബേസിൽ നമുക്കൊരു റേറ്റ് തന്നെ അതിന്റെ കൂടെ വരുന്നത്. കാരണം ഇത് ചെയ്യുന്നത് ഗോൾഡ് സ്മിത്ത് തന്നെയാണ്, ഒരു സംശയമില്ല. സ്വർണം പണിയുന്ന അതേ ആളുകൾ തന്നെയാണ്, അതേ വർക്കേഴ്സ് തന്നെയാണ് നമ്മുടെ ഓർണമെന്റ്സും ചെയ്തു തരുന്നത്. മെറ്റൽ മാറുന്നു എന്നല്ലാതെ വേറൊരു മാറ്റവും ഇവിടെ വരുന്നില്ല. സ്റ്റോണും എല്ലാം ഗോൾഡിൽ വരുന്ന അതേ സ്ഥാനം തന്നെയാണ്. അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയുടെ ഒരു കാറ്റഗറിയിലേക്ക് ഒരിക്കലും പാലക്കാട് ജ്വൽസ് വരില്ല. കാരണം ആ ഒരു രീതിയിലല്ല നമ്മൾ ഇതൊന്നും ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിന് വരുന്ന എക്സ്പെൻസുകൾ എന്ന് അറിയാൻ പറ്റുമല്ലോ. കെമിക്കലും ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ബിസിനസിന്റെ ലാഭവും എല്ലാം കൂടി ഉൾപ്പെട്ട് വരുമ്പോൾ എന്തായാലും 1 ഗ്രാം തീർത്ത് ചെയ്യുന്ന ഒരു ഓർണമെന്റ്സിന് തീർച്ചയായിട്ടും 10,000 എബോ റേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ഓരോ പാറ്റേണിന്റെ ഭംഗിയും അതിന്റെ വർക്കും അതിന്റെ സ്റ്റോണും മറ്റും എല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മളുടെ റേറ്റ് വരുന്നത്. പക്ഷെ ഒരിക്കലും 1 ഗ്രാം കൊടുത്ത് മേടിക്കുന്ന ഒരു ആഭരണം സ്വർണത്തിൽ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും 3 ലക്ഷം ഒക്കെ റേറ്റ് വരുന്ന അതേ ലുക്കിലുള്ള ആഭരണമാണ് നമ്മൾ 10,000-നും 15,000-നും ഒക്കെ നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് 1 ഗ്രാം കൊണ്ട് നമുക്ക് വലിയ ലുക്കിലുള്ള അല്ലെങ്കിൽ വലിയ കാഴ്ചക്ക് കാണിക്കാൻ പറ്റുന്ന ആഭരണങ്ങളാണ് നമ്മളിവിടെ എല്ലാ ഭംഗിയോടും കൂടി ഗോൾഡാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ. പിന്നെ അതിന് പറയുന്ന നമ്മൾ പറയുന്നത് സ്ക്രാച്ചിങ്ങിലൂടെ, അതായത് ഒരച്ചിലൂടെ മാത്രമേ പോകത്തുള്ളൂ, ഫെയ്ഡ് ആവത്തില്ല, വാഷ് ചെയ്യാം. അങ്ങനെ കുറേ നന്മകൾ അല്ലെങ്കിൽ കുറേ ഗുണങ്ങൾ നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒരു ഓർണമെന്റ്സ് സെയിൽ ചെയ്യുന്നതും മറ്റുള്ളവര് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ ക്വാളിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു വരുന്ന ഒരാഭരണത്തിന് ന്യായമായ റേറ്റ് ഉണ്ടാകും എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു വിശേഷം. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, എന്റെ പേഴ്സണൽ നമ്പറിൽ വിളിക്കാം. ഇത് കൂടാതെ നമ്മുടെ എല്ലാ ഷോറൂമിലും ജസ്റ്റ് വാങ്ങാനല്ലെങ്കിൽ പോലും കയറി അത് എല്ലാ ഷോപ്പുകളിലും സന്ദർശിച്ച് തന്നെ എല്ലാ ഐറ്റവും കാണാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. സ്റ്റാഫിനോട് പറഞ്ഞാൽ മതി ഞങ്ങളൊന്ന് കാണാൻ വന്നതാണെന്ന്. അങ്ങനെയും നമ്മുടെ ഐറ്റം പരിചയപ്പെടാനുള്ള ഓപ്ഷനുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങളുടെ എല്ലാ ഷോറൂമിലേക്കും ക്ഷണിക്കുന്നു. ഇനി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ഇനിയും ഓരോ വീഡിയോകൾ വരും. സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വിശേഷം ഇതാണ്. നന്ദി, നമസ്കാരം.